നഷ്ടപ്പെട്ട എന്തുണ്ടോ ഉത്തമമായത് അള്ളാഹ് നമുക്ക് പകരം തരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു മുസ്ലിമിന് എന്തൊരു പ്രയാസം ഉണ്ടായാലും അവൻ ഇങ്ങനെ പറയണമെന്നാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഞാൻ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് പടച്ചോനെ, എനിക്കുണ്ടായി ഈ മുസീബത്തിൽ നീ എനിക്ക് കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം എന്നൊരു വിശ്വാസി ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ അഖ്ലഫല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവന് കൊടുക്കാതിരിക്കൂല എന്നാണ്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ നല്ല സ്വഭാവമുള്ളൊരു നല്ല വിശ്വാസിയാണ്, അതിനേക്കാളൊക്കെ ഉത്തമമായ ആരെയാണ് എനിക്ക് പകരം കിട്ടുക? പക്ഷേ അള്ളാൻ്റെ റസൂലിനെയാണ് പടച്ചോൻ എനിക്ക് പകരം തന്നത് എന്നാണ്. സഹോദരങ്ങളെ, നമുക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം തരുന്നതാണ്. അതുകൊണ്ട് എന്ത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കല്ല അത്. എന്ത് ദുരിതം നമുക്കുണ്ടായാലും മറ്റുള്ളവർക്കുണ്ടായാലും നമ്മൾ ഇത് പറയണം, പടച്ചോനെ ഇതിൽ കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം.